രാവിൽ സുഖമായി ഉറങ്ങുന്നവർക്ക് പ്രഭാതം പുതിയ ശുഭാരംഭത്തിനുള്ളതാണ്. രാവിന്റെ യാമങ്ങൾ മുഴുവൻ വള്ളസദ്യയുടെ പാചകപ്പുരയിൽ ഉറക്കമില്ലാതെ ജോലി ചെയ്യുന്നവർക്ക് വലിയൊരു ദൗത്യത്തിന്റെ ശുഭപര്യവസാനം. ആചാരമര്യാദ എന്നുള്ള രീതി വെച്ച് ഏറ്റവും വലിയ ആളിന് ഏറ്റവും വലിയ ഒരു ആചാരം കൊടുക്കുക എന്നുള്ള രീതിയിൽ കൂടെയാണ് വെറ്റില പാക്ക് സമർപ്പണം. അന്നേരം അത് വെറ്റില പാക്ക് അടയ്ക്കുക എല്ലാം കൂടെ താമ്പൂലമ്പം എന്നുള്ള സങ്കല്പത്തിൽ ഭഗവാന് സമർപ്പിക്കുക. അതിനുശേഷം വള്ളത്തെ ചാർത്താനുള്ള മാലയും കൊണ്ടകത്ത് കയറിപ്പോകുന്നു. ഭഗവാന് ചാർത്താനുമുള്ള മാലയും കൊണ്ടകത്ത് പോകുന്നു. അത് ഭഗവാന് ചാർത്താനുള്ള മാല ഭഗവാന് ചാർത്താൻ കൊടുത്തതിന് ശേഷം വള്ളത്തെ ചാർത്താനുള്ള മാല പൂജിച്ച് അതിൻ്റെ കൂടെ ചന്ദനവും ചേർത്ത് പ്രസാദമായിട്ട് വാങ്ങി ഏത് വള്ളസദ്യ നടത്തുന്നതെന്ന് വെച്ചാൽ ആ വള്ളക്കടവിലേക്കാണ് ഭക്തർ നീങ്ങുന്നത്. അന്നേരം ഇവിടുന്ന് വള്ളം വിടുവാനായിട്ട് ഈ മാലയും ചന്ദനവും ഒരു വെറ്റ പോലെയും കൂടെ കൊണ്ടുവന്ന് ഏത് വള്ളക്കടവിലാണോ ആ വള്ളക്കടവിൽ കൊടുക്കുന്നു. ആറന്മുളയുടെ പുണ്യവാഹിനിയിലേക്ക് പള്ളിയോടമിറക്കുന്ന 50 കരകളെ അപേക്ഷിച്ച് തങ്ങൾക്കുള്ള മഹിമയായി ചെറുകോൽ ദേശക്കാർ എടുത്തു കാണിക്കുന്നത് ഈ രാജമുദ്രയാണ്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തെ ഇന്ന് കാണുന്ന മട്ടിൽ നിർമ്മിച്ച തിരുവിതാംകൂർ രാജകുടുംബം ചെറുകോൽ ദേശത്തിന് പ്രത്യേകമായി നൽകിയത്. ചെറുകോൽ ദേശക്കാർക്ക് വള്ളസദ്യ വഴിപാടായി നൽകുന്നതും ഉത്രാടം തിരുനാൾ ഫൗണ്ടേഷനാണ്. നമ്മുടെ ഉത്രാടനാൾ ഫൗണ്ടേഷനാണ് നടത്തുന്നത്. ഇദ്ദേഹം മെയിൻ മിസ്റ്റർ ബി ആർ ഷെട്ടി UAE എക്സ്ചേഞ്ച് ചെയർമാൻ വന്നിട്ടുണ്ട്. പിന്നെ റഷ്യയിൽ നിന്ന് ബിസിനസ് പീപ്പിൾ വന്നിട്ടുണ്ട്. അങ്ങനെ അവരുടെ കൂടെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഇത്തവണ. അപ്പോൾ എന്തായാലും ഇത് ഭംഗിയായിട്ട് നടക്കുന്നു. അതുപോലെ സന്തോഷമുണ്ട്. സദ്യ ഏറ്റുവാങ്ങാൻ ചുണ്ടൻ വള്ളത്തിൽ യാത്ര പുറപ്പെടുന്നത് തന്നെ ഒരു ഉത്സവമാണ്. ഓണക്കാലം എത്തുമ്പോൾ ആറന്മുളയിലെ 50 ദേശങ്ങളിലും ഇതേ ആവേശത്തോടെ പടപ്പുറപ്പാട് കാണാം. ദേശത്തിന്റെ ആപാത ചൂടനിറയെ വായ്ത്താരിയുടെ തുടിപ്പുകൾ, അതിന്റെ കോരിത്തെരിപ്പ്. കായൽപ്പരപ്പിൽ മാത്രം സാധ്യമാകുന്ന വള്ളംകളിയെ ആറന്മുളയാറ്റിലേക്ക് കൊണ്ടുവന്നത് അതിന്റെ ശരീരപ്രകൃതിയാണ്. കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് ക്രമാനുഗതമായി വളരുന്ന പുഴ ആറന്മുളയിലെത്തുമ്പോൾ നെഞ്ചും വിരിച്ച് നിവർന്നു നിൽക്കുകയാണ്. വള്ളംകളി ഉൾപ്പെടെയുള്ള മായിക കാഴ്ചകളും അനുബന്ധോത്സവങ്ങളും കലാനുഷ്ഠാനങ്ങളും നിർമ്മാണകലയുമൊക്കെ ആറന്മുളയെ സ്വന്തം തട്ടകമാക്കിയത് അതിന്റെ പ്രാകൃതിക സവിശേഷതകൾ കൊണ്ടാവാം. ഇതാണ് ഉത്തമ സ്ഥാനമെന്ന് ആരും പറഞ്ഞു പോകുന്ന ഭൂപ്രകൃതി. ഭാരതവർഷത്തിലെ 108 വൈഷ്ണവാലയങ്ങളിലൊന്നിനെ ആറന്മുളയ്ക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞതിന്റെ കാരണവും അതാവാം. And this is a unique and only opportunity which I ever encashed in, and I'm very much honored. And what says God's own country Kerala, it's proved here. പമ്പാനദി ഉള്ളിലൊളിപ്പിച്ച ചുഴികളെയും മലരുകളെയും തരണം ചെയ്തെത്തിയ സാഹസികരെ ഇലയിട്ട് കാത്തിരിക്കുകയാണ് മഹാക്ഷേത്രം. ക്ഷേത്രത്തോട് അടുത്ത് കിടക്കുന്ന ദേശക്കാർ നേരത്തെ തന്നെ എത്തി ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. സദ്യകൾ പൊതുവെ രുചിഗന്ധങ്ങളുടെ ഇന്ദ്രിയങ്ങൾക്ക് മാത്രമുള്ളതാണെങ്കിൽ ആറന്മുളയിലെ വിരുന്ന് കണ്ണിനും കാതിനും കൂടിയുള്ളതാണ്. കൊളുത്തിയ വിളക്കിനെ ഞാനിതാ കൈതൊഴുന്നേ.
ഹരി ഗോവിന്ദ തിരുനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഹരി. തീർത്ഥം വേണം ചാർത്തുവാനായി ചന്ദനവും തീർത്ഥം വേണം ചാർത്തുവാനായി ചന്ദനവും. വഞ്ചിപ്പാട്ടിന്റെ താലവൃന്ദത്തിന് നടുവിലൂടെ നിവേദ്യങ്ങളുടെ ഘോഷയാത്ര തുടങ്ങി. രസനേന്ദ്രിയത്തെ തുഴയാക്കുന്ന മറ്റൊരു വള്ളംകളി. വെണ്ടയ്ക്കയും പുളിയുമാതി കൊഴുപ്പു നൽകി കായം മരീചി കടുകും നവശോഭയേകും സൗരഭ്യമേലമയഴും സാമ്പാർ തരേണം. തേടി തേടി നടന്നു ഞാൻ വെള്ളമുള്ളേടോ. വിഭവങ്ങൾ 60 കടന്നിട്ടും തൃപ്തിയാകാതുള്ളവർ വിളിച്ചു ചോദിക്കാൻ തുടങ്ങി. വള്ളസദ്യയ്ക്ക് വിഭവങ്ങൾ ആവശ്യപ്പെടുന്നത് പാട്ടിലൂടെയാണ്. പൂവമ്പഴം കൊളയോടിക കൊണ്ടുവന്ന് ഏതം വിടാതെ തൊലി നിങ്ങൾ കളഞ്ഞു തന്നാൽ കേടാതെ കുച്ചിയിൽ നിറച്ചു കൊള്ളാം. ചാടാതിരിക്കുമോ അതിന്റെ രസങ്ങൾ ഓർത്താൽ. കാളിപ്പഴം ചടുതി കൊണ്ടുവരണം ഇപ്പോൾ. കേൾവിക്ക് ചേർന്ന പഴങ്ങൾ പലതുമുണ്ട്. ഇഷ്ടവിഭവങ്ങൾ പാട്ടിലൂടെ ആവശ്യപ്പെടുന്നതേ കൗതുകം. വിളിച്ചു ചോദിക്കുന്നതിന്റെ ഈരടികൾ അവസാനിക്കും മുമ്പ് തന്നെ ഇലയിൽ അതെത്തിച്ചു കൊടുക്കുന്നത് അതിലേറെ കൗതുകം. പള്ളിയോടത്തിൽ വരുന്ന ഭക്തൻ, അത് ഭക്തൻ എന്ന് പറയുന്നത് തിരുവാറന്മുളയപ്പൻ ഈ കൂട്ടത്തിൽ ഒരാളായിട്ടുണ്ട് എന്നുള്ള വിശ്വാസം തന്നെയാണ്. എന്ത് ചോദിച്ചാലും നമ്മൾ ആ വിഭവങ്ങൾ ഇപ്പോൾ കലവറ ഇല്ലാത്തതാണെങ്കിൽ തന്നെ അപ്പോൾ തന്നെ നമ്മളത് ഉണ്ടാക്കി തന്നെ കൊടുക്കുന്ന ഒരു സവിശേഷതയുണ്ട്. അത് ഭഗവാൻ ചോദിക്കുന്നുള്ളൊരു സങ്കല്പത്തിൽ തന്നെയാണ് അത് ആ ഒരു കാര്യം ചെയ്യുന്നത്. വിഭവങ്ങളുടെ വരവ് പൂർത്തിയാകുമ്പോൾ നാക്കിലേക്കുണ്ടാകുന്ന നിറവിന്റെ പൂർണ്ണരൂപം ഇനി കാണിക്കാം. നാക്കിലയിൽ 60-ൽ വിഭവങ്ങൾ നിരന്നിരിക്കുന്ന കാഴ്ചയെ എങ്ങനെ വർണ്ണിക്കും? വിശേഷണത്തിനായി ഒരൊറ്റ വാക്ക് തിരയുന്നവർക്ക് വേണമെങ്കിലിതാ ഒരു പ്രയോഗാലങ്കാരം. രുചിയുടെ കൂട്ടി എഴുന്നള്ളിപ്പ്. ഒരു ഭക്തൻ നൽകുന്ന വഴിപാട് വള്ളസദ്യ സ്വീകരിക്കുന്നതിന് നാട്ടിലുള്ള ആൾക്കാർ എന്ത് ത്യാഗം സഹിച്ചും അവർ ഈ വഴിപാട് സ്വീകരിക്കുന്നതിന് വേണ്ടി ദേശങ്ങളിലൊക്കെ ജോലിയുള്ളവർ പോലും ഈ സമയം ലീവ് എടുത്ത് വരാറ്. വഴക്കും വയ്യാവേലിയും എല്ലാം തീരെ എല്ലാം ഒന്നാ. പിന്നെ ഒറ്റക്കെട്ട് വെള്ളം കയറ്റുന്നിടം വരെ പിന്നെ ഒറ്റക്കെട്ട വീട്ടുകാരെ തമ്മിൽ വഴക്കും നാട്ടുകാരെ തമ്മിൽ വഴക്കും അവിടെ രാഷ്ട്രീയം ഒറ്റ എന്തെങ്കിലും ഉണ്ടെങ്കിലും അന്നും ഈ വെള്ളം ഇറക്കി കഴിഞ്ഞാൽ വെള്ളം തിരിച്ച് കയറ്റുന്നതിനുള്ള കാലയളവ് ഇതൊന്നുമില്ല. വള്ളംകളി എന്ന് പറയുന്നത് ഞങ്ങളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുകയാണ്. കെട്ടുവള്ളംകരക്കാർക്ക് അവരുടെ കെട്ടുകാഴ്ച എഴുന്നള്ളിക്കുന്ന പോലെ തന്നെ ഞങ്ങളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന കാര്യമാണ് വള്ളംകളി എന്ന് പറയുന്നത്. വള്ളസദ്യകളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഏതെല്ലാം ക്രമീകരണങ്ങൾ എന്തെല്ലാം ചെയ്യാനൊക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് ദേവസ്വം ബോർഡും പള്ളിയോട സേവാ സംഘവും പൊതുജനങ്ങളുടെ പ്രതിനിധികളും ഹൈക്കോടതിയുടെ കമ്മിറ്റിയും എല്ലാം കൂടി ചേർന്ന് അക്കാര്യത്തെ സംബന്ധിച്ച് ഗൗരവമായിട്ട് ആലോചിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഒരു സദ്യയെ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കുക എന്ന അർത്ഥമില്ലായ്മ ഇവിടെ വെച്ച് നിർത്തുന്നു.
വിഭവങ്ങളുടെ എണ്ണത്തിലപ്പുറമുള്ള വള്ളസദ്യയുടെ വണ്ണമെന്താണെന്ന് തെളിയിക്കുന്ന ഒരു കാര്യകാരണം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. രുചിക്കൂട്ടുകളുടെ ചേർച്ചയും പാരസ്പര്യവുമാണ് സദ്യയെ മഹത്തരമാക്കുന്നതെങ്കിൽ അതിന്റെ പൊരുൾ ഏറ്റവും നന്നായി അറിഞ്ഞ നാടാണ് ആറന്മുള. തുഴച്ചിൽക്കാർ തമ്മിലുള്ള പാരസ്പര്യമാണല്ലോ പള്ളിയോടത്തെ മുന്നോട്ട് നയിക്കുന്നത്. നാക്കിലയിലെ രുചി ഉത്സവത്തിന്റെ പ്രമാണവും അതുതന്നെയല്ലേ?